അന്യദേശ തൊഴിലാളികളെ ജോലിക്ക് നിർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം അവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ്. വിദേശത്തൊക്കെ കോടികൾ ആസ്തിയുള്ള ഇദ്ദേഹം, ഈ വിജയകുമാർ, അദ്ദേഹം കോട്ടയത്ത് വന്ന് ഭാര്യയുമായിട്ട്, മീരാന്നം കണ്ടാണ് ഭാര്യയുടെ പേര്, ഭാര്യയുമായിട്ട് ഒരു അതിഭീകരമായ ഒരു കൊട്ടാര സദൃശ്യമായ ഒരു കെട്ടിടവും അതിനെ കാണാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു മതിൽക്കെട്ടും ഉണ്ടാക്കി. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ടത്. അത് ദുരൂഹതയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ കോടീശ്വരനായി ഇദ്ദേഹം മാറിയതെങ്ങനെ? ശതകോടീശ്വരനായി മാറുന്ന പിന്നിലൊരു കഥയുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഭാര്യ മൃഗീയമായി കൊല്ലപ്പെട്ടു, അദ്ദേഹം മൃഗീയമായി കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മകൾ വംശനാശം, മറ്റൊരു സംസ്കാരത്തിൽപ്പെട്ട ആളെ വിവാഹം കഴിച്ചു പോയി. ഈ സ്വത്തുക്കളൊക്കെ എന്തു ചെയ്യും? അവിടെ വിദേശ തൊഴിലാളിയായ ഒരാൾ ജോലിക്ക് നിൽക്കുന്നു. അയാളും അയാളുടെ ഭാര്യയ്ക്കും ജീവിക്കാൻ ഒരു പ്രത്യേക സ്ഥലം അവിടെ കൊടുക്കുന്നു. ഇയാളെ മൊബൈൽ ഫോൺ മോഷണം പോകുമ്പോൾ പോലീസിൽ പിടിച്ചേൽപ്പിക്കുന്നു. ഇയാളെ ഭാര്യ ഇയാൾ പോലീസിലാവുമ്പോൾ പിണങ്ങിപ്പോകുന്നു. ജയിലിൽ നിന്നിറങ്ങിയ അവൻ വളരെ ബുദ്ധിപൂർവ്വം, ഒരു ക്യാമറയിൽ തെളിയാത്ത വിധം, സെക്യൂരിറ്റി പോലും അറിയാത്ത വിധം, അവൻ്റെ ഫോട്ടോ കണ്ടാൽ നമുക്കറിയാം അവൻ യാതൊരു ദുഃഖവുമില്ലേ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട്. അവൻ മറ്റൊരു സംസ്കാരത്തിൽ നിന്ന് വന്നതാണ്. അവൻ ലഹരി ഉപയോഗിക്കും. അവന് ജീവിതം വിഷയമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റിവഞ്ചാണ് വലുത്. അവൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത് ഈ 2 കൊലപാതകം നടത്തി കഴിയുമ്പോഴാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, അമിതമായ ധനമുണ്ടാക്കുമ്പോൾ ആ ധനം അനുഭവിക്കാനുള്ള യോഗം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്.